എനിക്ക് തോന്നുന്നത് അതിനകത്ത് സീനുകൾ കണ്ടപ്പോഴൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു ആള് ജീവിച്ചിരുന്നിരുന്നു, ഒരു ജീവിത കഥയാണ്. ആ ജീവിത കഥയാണ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. 100% തെറ്റാണ്. അതില് നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഈ വാലിബൻ എന്ന് പറയുമ്പോൾ ഈ എല്ലാമുണ്ട്. വിരഹമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പ്രണയമുണ്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്ന ഒരു സബ്ജക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ? ഇദ്ദേഹം നമുക്കെന്ന് പറയാൻ എന്റെ കാര്യം വിട്ടേക്ക്, നിങ്ങൾക്ക് ഫീൽ ചെയ്യട്ടെ. ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കുക. ലൊക്കേഷനിലുണ്ടായ രസകരമായ ഒരു അനുഭവം ലാലേട്ടൻ എല്ലാം രസകരമാണ്. ഒരു രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ലാലേട്ടൻ ഇനി ചെയ്യേണ്ട സിനിമകൾ പലതുമുണ്ട് അല്ലെ? ലാലേട്ടൻ കമ്മിറ്റ് ചെയ്ത് വെച്ചാൽ ഒത്തിരി സിനിമകളുണ്ട്. അതില് ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്ന വേഷം എനിക്കൊന്ന് ചെയ്യണമെന്ന് എന്തെങ്കിലും മനസ്സിൽ ഓർമ്മ വെക്കുന്ന സിനിമകളുണ്ടോ ലാലേട്ടന്? അതൊന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് എന്തിനാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ലാലേട്ടൻ ഒത്തിരി സന്തോഷം. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ ഒരു ഉപദേശമല്ലോ ഉണ്ട് എനിക്ക്. ഞാൻ ഉപദേശിക്കാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങി, അതുകൂടെ ചോദിച്ചോട്ടോ. ഭയങ്കര ചിരിക്കുന്ന ഒരു വീഡിയോ. ഞാൻ ഓർക്കുന്നു. എന്തോ രസകരമായ ഒരു കാര്യം പറഞ്ഞു. ആ ഒരു ചിരി മനസ്സിൽ നിന്ന് മായാത്തൊരു ചിരി. ലാലേട്ടന് 2 ചിരികളാണ് എനിക്ക്, 3 ചിരികൾ. ഒന്ന് ബിഗ് ബോസില് ഒരു ചിരി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ഇന്റർവ്യൂല് തലവേദന പറഞ്ഞിട്ട് ഒരു ചിരി ഇരിച്ചു. ഈ ചിരി എന്തിനാന്ന് ഓർത്തിന് കിട്ടിയിട്ടില്ല അല്ലെ? മോഹൻലാൽ ചിരിച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ ലൈറ്റ് ഹൗസ്. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.